Question number 12. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മീൻ ആൻഡ് വാരിയൻസ് ഓഫ് 6 ഒബ്സർവേഷൻസ് ഇൻക്ലൂഡിങ് എ ആൻഡ് ബി ആണ് അല്ലെ. മീൻ 55 ആണ്, വാരിയൻസ് എത്രയാണ്? 194 അപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. എ ഗ്രേറ്റർ ദാൻ ബി, ദാൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പ്ലസ് 3b ആണ്. അപ്പൊ നമുക്ക് മീൻ എന്ന് പറയുന്ന സമയത്ത് എ പ്ലസ് ബി പ്ലസ് 68 പ്ലസ് 44 പ്ലസ് 48 പ്ലസ് 60 ഡിവൈഡഡ് ബൈ എത്രയാണ്? അവിടെ 6 ആണ്. 6 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 55 എന്ന് എഴുതാം. ഓക്കെ, അപ്പോ അതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ പ്ലസ് ബിന്റെ വാല്യൂ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ 68 എ പ്ലസ് ബി പ്ലസ് 68 പ്ലസ് 44 പ്ലസ് 48 പ്ലസ് 60, 8 പ്ലസ് 4 12, 12 പ്ലസ് 8 28, 12 16 22 is equal to 55 into 60 is 330 വന്നു. അപ്പൊ നമുക്ക് അവിടെ എ പ്ലസ് ബിന്റെ വാല്യൂ 110 എന്ന് നമുക്ക് കിട്ടി. എ പ്ലസ് ബി ഈസ് 110. ഇതാണ് നമുക്ക് മീനിൽ നിന്ന് കിട്ടാവുന്ന കാര്യം. ഇനി നമുക്ക് വാരിയൻസ് 194 എന്നാണ് തന്നിരിക്കുന്നത്. വാരിയൻസിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കുക. എന്താണ്? സിഗ്മ അല്ലെ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. അപ്പൊ വാരിയൻസിന്റെ ഇക്വേഷൻ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ആണ് വാരിയൻസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എടുക്കുകയാണ്. എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ് ഐ എ ആണ്, എ മൈനസ് എക്സ് ബാർ മീൻ ആണ്. അപ്പൊ എ മൈനസ് 55 ഹോൾ സ്ക്വയർ. രണ്ടാമത്തത് ബി ആണ്. അപ്പൊ ബി മൈനസ് 55 ഹോൾ സ്ക്വയർ. മൂന്നാമത്തെ എത്രയാണ്? 68 മൈനസ് 55 വരും, 13 സ്ക്വയർ ആണ് 169. നാലാമത്തത് 44 മൈനസ് 55 എന്ന് പറഞ്ഞാൽ 11 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് മൈനസ് 11 സ്ക്വയർ ചെയ്യുമ്പോൾ 121. അപ്പൊ 60 അടുത്ത എത്രയാണ്? 48 ആണ്. 48 മൈനസ് 55 49 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 60 മൈനസ് എന്ന് പറയുന്ന സമയത്ത് 25. അപ്പൊ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടി. സമ്മേഷൻ കണ്ടുപിടിക്കണ്ടേ? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്യണ്ടേ? അതായത് എ മൈനസ് 55 ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 55 ദ ഹോൾ സ്ക്വയർ പ്ലസ് എത്രയാണ്? 169 പ്ലസ് 121 പ്ലസ് 49 പ്ലസ് 25 ആണ്. അപ്പൊ അത് 364 ആണ്. 364. എ മൈനസ് 55 ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എൻ. എൻ എത്രയാണ്? 6. ആ 6 എന്ന് പറയുന്നത് നമുക്ക് 194 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അതിന്റെ കാൽക്കുലേഷൻ ആക്ച്വൽ കാൽക്കുലേഷൻ ആണ്. അതായത് എ മൈനസ് 55 എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് 110 എ പ്ലസ് 55ന്റെ സ്ക്വയർ എഴുതണം 3025 പ്ലസ് ബി സ്ക്വയർ മൈനസ് 110 എ പ്ലസ് എത്രേന്റെ സ്ക്വയർ? വീണ്ടും 3025 പ്ലസ് 364 അല്ലെ. 364 ഹോൾ ഡിവൈഡഡ് ബൈ എൻ 6 ആണ്. അപ്പൊ 6 ഇൻറ്റു 194 അല്ലെ. 6 ഇൻറ്റു 194 അത് എത്രയാണ്? 64 എന്നാണ് കിട്ടുക. ആ 6 ക്രോസ് ചെയ്തു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എഴുതാം. ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതിൽ മൈനസ് 110, ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് മൈനസ് 110 അങ്ങോട്ട് കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ മൈനസ് 110 ഇൻറ്റു ബാക്കി എന്താ വരിക? എ പ്ലസ് ബി വരും. ആ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 110 എന്ന്. 3025 പ്ലസ് 3025 ആണ്. അതായത് എത്ര വരും? 26050 എന്ന് വരും. ഈക്വൽ ടു എത്രയാണ്? 164 ആണ് അല്ലെ. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 110 ഇൻറ്റു 110 പിന്നെ 6050 മൈനസ് ചെയ്ത് കഴിഞ്ഞ് 6050 മൈനസ് ചെയ്ത് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1164 ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് 68
50 എന്ന് കിട്ടും. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6850 ആണ്. പിന്നെ എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 110 ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് രണ്ടും കൂടി എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 110 മൈനസ് എ എന്നെടുക്കാം. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെച്ചാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു 75 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 35 കിട്ടും. അപ്പൊ എ പ്ലസ് 3b വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് 3b ഈസ് ഈക്വൽ ടു 75 പ്ലസ് 3 ഇൻറ്റു 35 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 75 പ്ലസ് 3 ഇൻറ്റു 35 ഈസ് 105. 75 പ്ലസ് 105 ഈസ് 180. ഓപ്ഷൻ 3. സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേഷൻസ് കുറച്ച് കൂടുതലുണ്ട് എന്ന് മാത്രം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ?